നമ്മൾ ഇപ്പോൾ ആ ഫോട്ടോയിൽ കണ്ടതാണ് ശരത് എസ് നായർ എന്ന കോടിപതി. കഴിഞ്ഞ ദിവസം നറുക്കെടുത്ത തിരുവോണ ബമ്പറിലെ 25 കോടിയുടെ ഉടമസ്ഥനാണ് ശരത്ത്. നെട്ടൂരിലാണ് ടിക്കറ്റ് വിറ്റതെങ്കിലും ശരത്ത് ആലപ്പുഴ സ്വദേശിയാണ്. നെട്ടൂരിൽ നിന്നാണ് ശരത്ത് ടിക്കറ്റ് എടുത്തത്. നെട്ടൂരിലെ നിപ്പോൺ പെയിന്റ്സ് ജീവനക്കാരനാണ് ശരത്ത്. തുറവൂർ തൈക്കാട്ടുശ്ശേരി SBI ശാഖയിൽ ഇപ്പോൾ ശരത്ത് ടിക്കറ്റ് കൈമാറിയിട്ടുണ്ട്. നമുക്കറിയാം, ഈ നറുക്കെടുപ്പ് കഴിഞ്ഞതിന് ശേഷം എല്ലാവരും കാത്തിരുന്നത് ഈ ഭാഗ്യവാൻ ആര് എന്നറിയാനാണ്. ശരത്ത് ഈ വിവരം അറിഞ്ഞിട്ടും ആദ്യം ഇത് ഉൾക്കൊള്ളാൻ കഴിയാതെ കുറച്ച് സമയം ആരും അറിയാതെയിരുന്നു. അതിനുശേഷം സഹോദരനോടാണ് ആദ്യം ഈ വിവരങ്ങൾ പറഞ്ഞത്. നെട്ടൂരിലെ ലോട്ടറി ഏജന്റ് MT ലതീഷാണ് ഈ ടിക്കറ്റ് വിറ്റത്. ബമ്പർ അടിച്ച നമ്പറുള്ള മറ്റ് സീരീസുകളിലെ 9 ടിക്കറ്റുകളും ലതീഷ് വഴിയാണ് വിറ്റത്. ഇവയ്ക്ക് 5 ലക്ഷം രൂപ വീതം സമ്മാനം ലഭിക്കും. അങ്ങനെയുള്ള അന്വേഷണമാണ് ഏറ്റവും ഒടുവിൽ ശരത്തിലേക്ക് എത്തി നിൽക്കുന്നത്. വളരെ സന്തോഷമുണ്ട് എന്നതാണ് ശരത്തിന് പറയാനുള്ളത്. ലോട്ടറി അടിച്ച കാര്യം താൻ ആദ്യം സഹോദരനോടാണ് പറഞ്ഞത്. അതിനുശേഷം ബാങ്കിൽ ഈ ലോട്ടറി ഹാജരാക്കി. ഇപ്പോൾ പണം എന്താണ് ചെയ്യേണ്ടതെന്ന് തീരുമാനിച്ചിട്ടില്ല. വീട്ടുകാരുമൊക്കെയായി ആലോചിച്ചതിന് ശേഷം ആ കാര്യത്തിൽ തീരുമാനമെടുക്കും എന്നും ശരത്ത് പറയുന്നു. ശരത്തിന് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അമിതാഹ്ലാദം ഒന്നുമില്ല. അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ ശരത്ത് പറയുന്നത് താൻ എല്ലാ കാര്യത്തിലും ഇങ്ങനെയാണ് പ്രതികരിക്കുന്നത്, ഇതാണ് തൻ്റെ ശീലം എന്നതാണ് ശരത്ത് പറയുന്നത്. അങ്ങനെയല്ല, നമ്മളെല്ലാം കൺഫർമേഷൻ ആയിട്ട് നോക്കിയതിന് ശേഷമല്ലേ നമുക്ക് ഒരു കാര്യങ്ങൾ തീർത്ത് പറയാൻ പറ്റും. അല്ല, ഞാൻ ലോട്ടറി എടുക്കാറില്ല സാറേ. എടുക്കാറില്ല. ആദ്യമായിട്ട് എടുത്ത ബമ്പർ. ഇത് ഇത്രയും ദിവസം ഈ ഒളിപ്പിച്ചു വെച്ചപ്പോൾ ഒരു ടെൻഷൻ ഇല്ലായിരുന്നോ? ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അത് കറക്റ്റ് കൺഫർമേഷൻ ആവാണ്ട് സീരിയൽ നമ്പർ കാര്യങ്ങളൊക്കെ എല്ലാം ഉള്ളതാണല്ലോ ഇതിനകത്ത്. അപ്പൊ കൃത്യമായ ഒരു ഇൻഫർമേഷൻ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് ഒരാളോട് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. 2 ദിവസമായിട്ട് ആളുകളെല്ലാം ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ആരാണ് ഈ ഭാഗ്യവാൻ. അതോടൊപ്പം തന്നെ ഒരു സ്ത്രീയുടെ പേര് പറയുന്നു, നെട്ടൂരോട് പറയുന്നു. അപ്പൊ ഈ ശരത്തിന് ഉള്ളിലുള്ള ഭാവം എന്തായിരുന്നു? അല്ല, എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നില്ല. കൺഫേം ചെയ്ത് ജസ്റ്റ് നോക്കി എന്നേ ഉള്ളൂ. ഇല്ല, ഞാൻ ജസ്റ്റ് അനൗൺസ് ആയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റ് ഫോണിൽ ഫോട്ടോ എടുത്തിട്ട് നോക്കി. അപ്പൊ കണ്ടപ്പോൾ എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റിയില്ല. അതിനുശേഷം പിന്നീട് വീട്ടിലൊക്കെ പോയി വീണ്ടും 2-3 പ്രാവശ്യം ചെക്ക് ചെയ്തതിന് ശേഷമാണ് നമുക്കൊരു ഈ നമ്പർ കറക്റ്റ് ആണെന്നുള്ളത് കൺഫർമേഷൻ. പിന്നെ വീണ്ടും ഇതിന്റെ സീരിയൽ നമ്പർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ടല്ലോ. അല്ല, ഞാൻ ജസ്റ്റ് ഓഫീസിൽ നിന്ന് നോക്കിയായിരുന്നു. അപ്പോൾ കണ്ടിരുന്നു. അപ്പോൾ വീണ്ടും വീട്ടിൽ പോയിട്ടൊന്നും കൂടി കൺഫേം ചെയ്ത് വെച്ചു. പിന്നെ എന്റെ ബ്രദറിനോടാ പറഞ്ഞത്. എല്ലാവർക്കും വളരെ സന്തോഷം. വീട്ടിലെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു. അതെ. അല്ല, ബാങ്ക് ടൈം തുടങ്ങിയതിന് ശേഷം നമുക്ക് പോകാമെന്നുള്ള ഒരു ഇതിലായിരുന്നു സാറായിരുന്നു. വീട്ടിലെ അച്ഛനും അമ്മയും അനിയനും വൈഫും ഉണ്ട്, കുട്ടിയുണ്ട്. വൈഫ് ജോലി ചെയ്യുന്നില്ല, ഇപ്പൊ നിലവിൽ ജോലി ചെയ്യുന്നില്ല. ഏജന്റ് ശരത്തിനെ തിരിച്ചറിഞ്ഞായിരുന്നോ? ഏജന്റിനെ മനസ്സിലായില്ലെന്ന് തോന്നുന്നു. അതെ, ഞാൻ ഒരു 12 വർഷത്തോളമായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. ഒരു ടിക്കറ്റ് എടുക്കും. ഓഫീസിൽ ആരോട് പറയാതെ മുങ്ങി? ഓഫീസിൽ ഞാൻ രാവിലെ പോയിരുന്നു. രാവിലെ പോയി കുറച്ച് കാര്യങ്ങൾ കൊണ്ട് പറഞ്ഞിട്ട് ഇങ്ങോട്ട് പോന്നു. ഇല്ല, ഓഫീസിൽ നമുക്ക് 25 കോടി അടിച്ച കോടിപതിയാണ്. പക്ഷേ സംസാരമൊക്കെ കേട്ടാൽ ഒരു തരത്തിലും ഒരു അമിതാഹ്ലാദമൊന്നും പ്രകടിപ്പിക്കുന്നില്ല. ഇത് തന്നെയാണ് ശരത്തിനെ കുറിച്ച് എല്ലാവർക്കും പറയാനുള്ളത്. എന്തായാലും SBIയുടെ തുറവൂർ ശാഖയിലാണ് ശരത്ത് ഈ ടിക്കറ്റ് കൈമാറിയത്. ടിക്കറ്റുമായി എത്തിയ വ്യക്തിയെക്കുറിച്ച് ബാങ്ക് മാനേജർ സുനിലിനും പറയാനുള്ളത് ഒരു അമിതാഹ്ലാദവും ഉണ്ടായിരുന്നില്ല. വളരെ സാധാരണമായ ഒരു ബാങ്ക് ട്രാൻസാക്ഷൻ വരുന്ന ആളെ പോലെയായിരുന്നു ശരത്ത് എത്തിയതെന്നാണ്. അത്ഭുതമായിട്ട് തോന്നിയത് 25 ലക്ഷത്തിന്റെ ബമ്പർ അടിച്ചിട്ടും അത് വളരെ കൂളായിട്ട് 25 കോടി അടിച്ചിട്ടും വളരെ കൂളായിട്ട് യാതൊരു ഒരു എക്സൈറ്റ്മെന്റോ അല്ല. വളരെ അദ്ദേഹം ഇവിടുത്തെ തേക്കടിശ്ശേരി ഉള്ള സ്വദേശിയാണ്, നമ്മുടെ അക്കൗണ്ട് ഹോൾഡറാണ്. അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു കൊടുക്കുകയും ഇനിയിപ്പോൾ ചെയ്യാനുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള എല്ലാ പേപ്പറൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. ഇനി അടുത്തത് അത് ലോട്ടറിയുടെ ഓഫീസിൽ എത്തിച്ച് ബാക്കി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. മറ്റു പ്രൊസീജിയർ എല്ലാം ബാങ്കിന്റെ ഭാഗത്തുനിന്ന്. അതെ. ഇനിയിപ്പോൾ അദ്ദേഹത്തിന് വലിയ ഒന്നുമില്ല. നമ്മളെ ബാങ്കിൽ നിന്ന് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. എന്തായാലും അമിതാഹ്ലാദമൊന്നുമില്ലാത്ത ശരത്തിനാണ് 25 കോടി ലഭിച്ചിരിക്കുന്നത്. ശരത്തിന്
സന്തോഷം ഉണ്ടാകട്ടെ എന്നതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ശരത്തിന് കിട്ടിയ പണം നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കപ്പെടട്ടെ, ഒരുപാട് പേർക്ക് സഹായമാകട്ടെ, നല്ല രീതിയിൽ അത് വിനിയോഗിക്കപ്പെടട്ടെ എന്ന് നമുക്ക് വിചാരിക്കാം. ഒപ്പം തന്നെ നല്ല രീതിയിൽ ശരത്തിന് മുന്നോട്ട് പോകാൻ കഴിയട്ടെ. ലോട്ടറി അടിച്ച് സമാധാനം നഷ്ടപ്പെട്ടവരുടെയൊക്കെ കാര്യം നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഉള്ള സമാധാനം തുടർന്ന് ഉണ്ടാകട്ടെ എന്നതുകൂടി ആഗ്രഹിക്കുന്നു, ആശിക്കുന്നു. എന്തായാലും അമിത ആഹ്ലാദം ഒന്നും ശരത്തിനില്ല എന്നത് ബാങ്ക് മാനേജർ ഉൾപ്പെടെ പറയുമ്പോൾ അതൊരു നല്ല ക്വാളിറ്റിയായി വേണം നമ്മൾ കരുതാൻ. 25 കോടി കിട്ടിയതിൻ്റെ ഒരു അമിത ആഹ്ലാദവും ഇല്ലാതെ അതിനെ ഡീൽ ചെയ്ത രീതിയൊക്കെ വളരെ വ്യത്യസ്തമാണ്. എന്തായാലും നല്ലത് വരട്ടെ എന്ന് ആശംസിക്കാം.